പാലക്കാട് കോൺഗ്രസ് ജില്ലാ നേതൃയോഗത്തിൽ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെ വിമർശനം. ചിലർ ഇതാണ് സ്ഥാനാർത്ഥിയെന്ന് പ്രഖ്യാപിക്കുന്നു, ചിലർ ഞാനാണ് സ്ഥാനാർത്ഥിയെന്നും പറയുന്നു. ഇത് ശരിയായ രീതിയല്ലെന്ന് DCCയുടെ താക്കീത്. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട്, ഞങ്ങളുടെ പ്രതിനിധി. സച്ചിൻ, നിലവിൽ തന്നെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഷാഫി പറമ്പിലിൻ്റെ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു എന്ന അർത്ഥത്തിൽ വാർത്തകൾ വരുന്നു. ചിലർ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളായി വരികയും ചെയ്യുന്നു. ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള ആരോപണം നിലനിൽക്കുകയാണ്. യൂത്ത് കോൺഗ്രസ്സുകാർക്ക് തന്നെ വലിയ എതിർപ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഉണ്ട് താനും. ഷാഫു പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമിക്കുന്നത് എന്ന തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം അവർക്കിടയിൽ ഉണ്ട് താനും. ഇപ്പോൾ DCCയിൽ ഏതൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നിരിക്കുന്നത്? ഒരേ സമയം ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെ വലിയ തരത്തിലുള്ള പോർമുഖം തുറക്കുകയാണ് പാലക്കാട് DCCയിൽ. തീർച്ചയായും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ പാലക്കാട് ജില്ലയിൽ കോൺഗ്രസിൽ തർക്കം രൂക്ഷമായിരുന്നു. കാരണം ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മത്സരിക്കാൻ പോകുന്ന സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടമായിരിക്കും ഇവിടെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഉറപ്പ് രാഹുലിന് കൊടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു രാഹുൽ ഇവിടെ ചില പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു, രഹസ്യമായ കൂടിക്കാഴ്ചകൾ അടക്കം നടത്തിയിരുന്നു. ഇത് ശക്തമായ രീതിയിൽ DCCയെ ചൊടിപ്പിച്ചിരുന്നു. ഇതിന്റെ രണ്ടാം ഘട്ടം എന്നോണം വലിയ രീതിയിലുള്ള ഒരു തർക്കത്തിലേക്ക് ഇപ്പോൾ DCC നേതൃത്വം കടന്നിരിക്കുകയാണ്. കാരണം പുറത്തു നിന്നുള്ള ഒരാൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാവേണ്ടെന്നും ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയായി പ്രവർത്തനം നടത്തിയ രാഹുലിനെതിരെയും ഷാഫിക്കെതിരെ KPCCയെ സമീപിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് DCC. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് നിലവിൽ ഷാഫി പറമ്പിലിന്റെ പിന്തുണ മാത്രമാണ് പാലക്കാട് ജില്ലയിലുള്ളൂ. മറ്റ് മുതിർന്ന നേതാക്കൾ അടക്കമുള്ള ആളുകൾ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി തന്നെ പാലക്കാട് മത്സരിക്കണം എന്ന ആവശ്യമാണ് യോഗത്തിൽ ഉന്നയിച്ചത്. KPCCയും ഇത് ധരിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ സ്ഥാനാർത്ഥി പ്രമുഖരായിട്ടുള്ള ചില ആളുകളുടെ പേരുകൾ അടക്കം DCC നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവരെ പരിഗണിക്കണമെന്ന ആവശ്യമാണ് ജില്ലാ നേതൃത്വ യോഗത്തിൽ ഇന്നലെ ധാരണയായിട്ടുള്ളത്. അത്തരത്തിൽ ജില്ലാ കോൺഗ്രസിനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്, KSU അടക്കം വലിയ രീതിയിലുള്ള ഭിന്നതയാണ് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തെ എന്ത് വില കൊടുത്ത് ഇവിടെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു നീക്കമാണ് ഷാഫി നടത്തുന്നത്. എന്നാൽ ഷാഫിയുടെ നീക്കത്തിനെതിരെ മുസ്ലിം ലീഗ് അടക്കമുള്ള മുന്നണികൾ UDFനെ സമീപിച്ചിട്ടുണ്ട്. കാരണം ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവിനെ തന്നെ നിർത്തിയാൽ മാത്രമേ പാലക്കാട് മണ്ഡലത്തിൽ വിജയിക്കൂ എന്ന ആവശ്യമാണ് മുസ്ലിം ലീഗും ഉന്നയിച്ചിട്ടുള്ളത്. ഇത് വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു തർക്കത്തിലേക്ക് പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് കടക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി, സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിനെ കളി വേണ്ടെന്നാണ് DCC പറയുന്നത്. പാലക്കാട് ജില്ലയ്ക്ക് പുറത്തുള്ള ഒരാൾ മത്സരിക്കേണ്ടെന്ന നിലപാടിലാണ് പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും.